ഉപ്പില്ല. പൊടി. ചേച്ചി കടയിൽ പോയിട്ട് മേടിച്ചോണ്ടുവന്ന സാധനങ്ങളൊക്കെ തിന്നു കേട്ടോ. അമ്പൂട്ട് ഇതാണ്ട അത് തിന്ന് കഴിഞ്ഞ് റോള്. ചേച്ചി ഇതാണ്ട പാല് മേടിച്ചോണ്ടുവന്ന്, മുട്ടായി മേടിച്ചോണ്ടുവന്ന്. ദേ ഇത് എനിക്കുള്ളത് കോൺഫ്ലോറും പിന്നെ ബാക്കി സ്നാക്ക്. സ്കൂളിൽ നിന്ന് വന്നപ്പം അമ്പൂട്ടന് ബിരിയാണി വെക്കണമെന്ന്. അമ്പൂട്ടിന് കുറേ ദിവസമായിട്ട് ചോറും അതും ഇതൊക്കെ കഴിച്ച് ബോറടിക്കുന്നു. ചേച്ചി ഇച്ചിരി ബിരിയാണി വെച്ച് തരുമോ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ പഴങ്കഞ്ഞി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ പുറത്തോട്ട് പോയിട്ട് അല്ലെങ്കിൽ ഉറക്കം വരുമെന്ന്. പഴങ്കഞ്ഞി കുടിച്ച് ഉറക്കം വരത്തില്ലേ? അപ്പൊ ഞാൻ പോയി ബിരിയാണിക്ക്. അപ്പൊ അമ്പുവിന് കുറേ ദിവസമായിട്ട് ഈ വീട്ടിലെ പഴങ്കഞ്ഞിയും ചോറും മാങ്ങയൊക്കെ തിന്നിട്ട് ബോറടിച്ചു. അതുകൊണ്ട് പനിയും കൂടാ. അപ്പൊ അവന് ബിരിയാണി തിന്നാൻ കൊതി വരുന്നു. മൂക്കൊക്കെ ഒലിച്ചിരിക്കുക പനികുട്ടന്. മുട്ടായി തിന്നുക. ചേച്ചി എന്തൊക്കെയാ മേടിച്ചോണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബിരിയാണി വെക്കാം. എന്താ ഞാൻ താണ്ട ഉള്ളിയൊക്കെ അരിയുക. ഇനി ചിക്കൻ വെള്ളത്തിലിട്ടിട്ട് കഴുകണം. ഒരു ചെറിയ ചിക്കനാട്ടോ വാങ്ങിയത്. അപ്പോൾ അതിനകത്താണ് നമ്മുടെ ഇന്നത്തെ ബിരിയാണി പരിപാടി. അപ്പോഴേ ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ എന്തേ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ മാത്രമൊന്ന് ചിലത് എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ത് കണ്ടൻറ്റാണ് നിങ്ങൾ ഇടുന്നത്? കണ്ടൻ്റ് ഒന്നും കൊള്ളൂല, വേറെയൊക്കെ മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചോറും കറിയൊക്കെ മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇടാൻ താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമല്ലേ എല്ലാവരും ഇടുകയുള്ളൂ. പിന്നെ ചിലർ എല്ലാ കാര്യങ്ങളും ഇടുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രമേ നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ അത് മനസ്സിലാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നവരോട് ഞാൻ കൂടുതലായിട്ട് പിന്നൊന്നും പറയാനും പോകത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചാനലിന് വേണ്ടിയിട്ട് യാത്ര ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ആയിട്ട് നമ്മൾ അങ്ങനെ കൂടുതൽ ശ്രമിക്കാറുമില്ല. എന്ന് വെച്ചാൽ ഒരു യാത്രയെന്ന് പറയുമ്പോൾ അതൊരു ചിലവ് തന്നെയാണ്. അങ്ങനെ ചിലവാക്കി വീഡിയോ പിടിക്കാറില്ല. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് നമുക്ക് പോകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു വീഡിയോ എടുക്കുന്നു എന്ന് മാത്രം. അത് നമ്മൾ പലതവണയായിട്ട് അപ്ലോഡ് ആക്കുന്നു. അല്ലാതെ ചാനലിന് വേണ്ടി പോയി വീഡിയോ എടുത്തിടാൻ നമുക്കിവിടെ വേറെ മറ്റ് കാര്യങ്ങളും ഒക്കെ ഉള്ളവരല്ലേ. ഇതൊരു ജോലിയായി മാത്രം കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ എൻ്റെ സാഹചര്യം വെച്ചിട്ട് എനിക്കത് പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നതായ കുറച്ച് കാര്യങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ഇടുകയാണ്. പക്ഷേ എല്ലാവരും പറയും കണ്ടൻറ്റ് മോശമാണെന്ന്. പക്ഷേ എനിക്കിതൊക്കെ പറ്റുള്ളൂ. അതാണ് നമ്മുടെ സാഹചര്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പരിപാടി ചെയ്ത് നമുക്ക് ചെറിയ രീതിക്കൊരു വരുമാനം അതിനകത്ത് കണ്ടെത്തുന്നു. നമ്മുടെ സന്തോഷവും ഒക്കെ ആയിട്ട് പോകുന്നു. പിന്നെ പലരുടെയും വീഡിയോകളൊക്കെ കാണുമ്പോഴേ എനിക്ക് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും എനിക്കും ഇങ്ങനെ വീഡിയോ ഇടാനും ഒക്കെ ഒത്തിരി ഇഷ്ടം തോന്നും. അങ്ങനെയാണ് ഞാൻ വീണ്ടും വീഡിയോകൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ള ടൈമും എനിക്കില്ല. ഞാനൊരു വീട്ടമ്മ എന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെയധികം പാടാണ് അവരുടെ മക്കളോടൊപ്പം ഇരിക്കാനോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആഹാരം പാചകം ചെയ്ത് കൊടുക്കാനോ, അവരുടെ മറ്റ് കാര്യങ്ങൾക്കോ ചിലപ്പോൾ എല്ലാത്തിനും ഒന്നും ഒത്തൊന്നും വരത്തില്ല. അല്ലെങ്കിൽ ഒക്കുന്നവരായാലും ഭയങ്കരമായിട്ട് പാടുപെടുന്നുണ്ടായിരിക്കും. എനിക്ക് പക്ഷേ മക്കളുടെ കാര്യങ്ങൾ നന്നായിട്ട് അവരുടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനും അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ ഒട്ടുമുക്കാൽ സമയത്തും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അതുപോലെ തന്നെ സ്കൂളിൽ മക്കൾ കൊണ്ടുപോകുന്നതായാലും പുറത്തുനിന്ന് വാങ്ങുന്ന അങ്ങനെയുള്ള ഫുഡുകളൊന്നും അല്ല കേട്ടോ മക്കൾ കൊണ്ടുപോകുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ തന്നെയാണ് അവരെപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകുന്നത്. നമ്മൾ വേറൊരാളെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടോ ചെയ്യുന്ന കാര്യങ്ങൾ അത്രത്തോളം വരത്തുള്ളൂ. നമുക്ക് തന്നെ അതിനകത്ത് ഉൾപ്പെട്ട് എല്ലാം ചെയ്ത് അവരുടെ കാര്യങ്ങൾ നന്നാക്കി കൊണ്ടുപോകാൻ പറ്റുന്നെങ്കിൽ അതുപോലൊരു കാര്യം വേറെ ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ നമുക്ക് ചാനലിലോട്ട് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റാതെ വരുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടേ. ബിരിയാണി വിത്ത് പാലിമി കാണാൻ ഭംഗിയുണ്ട്, കഴിക്കാൻ ഭംഗിയില്ലെന്നാ അപ്പോൾ പറഞ്ഞത്. ഉപ്പില്ല. പൊടി. ഉപ്പൊക്കെ ഉണ്ട്. ഓക്കെ. ഇവിടെ അച്ഛൻ ഉപ്പിടാക്കൂല. അച്ഛന് ഉപ്പിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇട്ടൂടെ? ഞാനിട്ടാൽ അച്ഛന് കൊടുക്കണ്ടേ? ഈ സീന എനിക്ക് ഇഷ്ടമല്ല. അത് കാണിച്ച് വേണ ചേർത്തില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.